Hi students, welcome to today's chemistry class, Hydrogen, part 1. Hydrogen. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൈഡ്രജൻ്റെ സിമ്പൽ H ആണ്. അതുപോലെ ആറ്റോമിക് നമ്പർ 1. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആറ്റോമിക് നമ്പർ 1 ആണെങ്കിൽ 1s1 ഹൈഡ്രജൻ. അതുപോലെ ഹൈഡ്രജൻ്റെ ആറ്റോമിക് വെയ്റ്റ് 1.008 ഓർത്തിരിക്കുക, ആറ്റോമിക് വെയ്റ്റ് 1.008. ആറ്റങ്ങളിൽ ഏറ്റവും ചെറിയ ആറ്റമാണ് ഹൈഡ്രജൻ. കാരണം എന്താണ്? ആറ്റോമിക് നമ്പർ 1 ആണ്. ഹൈഡ്രജൻ ഈസ് ദ കെമിക്കൽ ഇലമെൻറ്റ് വിത്ത് ദ സിമ്പൽ H ആൻഡ് ആറ്റോമിക് നമ്പർ 1 with a standard atomic weight of 1.008. ഓർത്തിരിക്കുക, ഹൈഡ്രജൻ്റെ ആറ്റോമിക് വെയ്റ്റ് 1.008 ആണ്. ഹൈഡ്രജൻ ഇസ് ദ ലൈറ്റസ്റ്റ് ഇലമെൻറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഹൈഡ്രജൻ ഇസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ്. ഇപ്പം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടു. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഇസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഹൈഡ്രജൻ. ഇവിടെ 75% ഓഫ് ഓൾ ബെരിയോണിക് മാസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു. ഹൈഡ്രജൻ്റെ ആറ്റോമിക് വെയ്റ്റ് 1.008 എന്നുള്ള ഓർത്തിരിക്കുക. ഹൈഡ്രജൻ ഇസ് ദ ഫസ്റ്റ് എലമെൻറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഓഫ് ദി എലമെൻറ്റ് ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പൽ H, ക്യാപിറ്റൽ H. ഇനി ആരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് നമുക്ക് നോക്കാം. ഡിസ്കവേർഡ് ബൈ ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് കണ്ടുപിടിച്ചത്. ഇത് ലണ്ടനിൽ വെച്ചാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. 1766 ഈ ഹൈഡ്രജൻ്റെ കണ്ടുപിടുത്തം നടന്നത്. 1766 ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ സിമ്പിൾ ഒന്ന് ഓർത്തിരിക്കുക. ഹൈഡ്രജൻ 1 എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വേണം. ഇനി ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോൺ ഉണ്ടോ? ഒരു പ്രോട്ടോൺ. ന്യൂട്രോൺ ഉണ്ടോ? ഇല്ല, ന്യൂട്രോൺ ഇല്ല കേട്ടോ ഹൈഡ്രജനിൽ. അതുകൊണ്ടാണ് 1H1 എന്നുള്ള ഇത് വന്നിരിക്കുന്നത്. ന്യൂട്രോൺ ഇല്ലാത്ത ആളാണ് ഹൈഡ്രജൻ. 1 പ്രോട്ടോൺ മാത്രമേ ന്യൂക്ലിയസിനകത്തുള്ളൂ. അതുപോലെ ഇലക്ട്രോൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂക്ലിയസിന് പുറത്തായിട്ട് ഓർബിറ്റിലൂടെ കറങ്ങുന്നു ഇലക്ട്രോൺസ്. ദ ഹൈഡ്രജൻ ആറ്റം കൺസിസ്റ്റിംഗ് ദ പ്രോട്ടോൺ ഇൻ ദ സെൻറ്റർ ഓർ ദ ന്യൂക്ലിയസ് ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഇലക്ട്രോൺ ട്രാവലിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ന്യൂട്രോൺ ഇല്ലെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 1 പ്രോട്ടോൺ ആൻഡ് 1 ഇലക്ട്രോൺ. ഹൈഡ്രജൻ ഹാസ് ബീൻ യൂസ്ഡ് ആസ് an energy source for more than 50 years. Learn more about the safety of hydrogen to transportation supply. നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഹൈഡ്രജൻ ഫ്യൂവലിൻ്റെ ഉപയോഗങ്ങളും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ. അന്നേരം ഹൈഡ്രജൻ ഹാസ് ബീൻ യൂസ്ഡ് ആസ് എ എനർജി സോഴ്സായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസിനാണ് ഹൈഡ്രജൻ ഉള്ളത്. ഹൈഡ്രജൻ അമോണിയ നിർമ്മിക്കാൻ, അതുപോലെ പോളിമേഴ്സ്, റെസിൻസ് ഒക്കെ ആയിട്ട് അതിൻ്റെ ഇൻഡസ്ട്രി സെക്ടറിനകത്ത് കീ ആപ്ലിക്കേഷൻസും ഒക്കെ നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ഹൈഡ്രോ ക്രാക്കിംഗ്, ഹൈഡ്രോ ട്രീറ്റിംഗ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഹൈഡ്രജനെ ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ കെമിക്കൽ എലമെൻറ്റ് ദാറ്റ് എക്സിസ്റ്റ് ആസ് എ ഗ്യാസ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഓർത്തിരിക്കുക, ഹൈഡ്രജൻ റൂം ടെമ്പറേച്ചറിനകത്ത് വാതകാവസ്ഥയിലാണ് ഇരിക്കുന്നത്. വെൻ ഹൈഡ്രജൻ ഗ്യാസ് ബേൺസ് ഇൻ എയർ ഇറ്റ് ഫോംസ് വാട്ടർ. വെള്ളമാകുന്നു. ബേൺസ് ഇൻ എയറിൽ ഹൈഡ്രജൻ ഗ്യാസ് ബേൺസ് ഇൻ എയർ ഇറ്റ് ഫോംസ് വാട്ടർ. ഫ്രഞ്ച് കെമിസ്റ്റ് ആന്റോണിയോ ലാവോസിയർ നെയിംഡ് ഹൈഡ്രജൻ ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഫോർ വാട്ടർ ഫോർമർ. വെള്ളം ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഹാസ് ദ സ്മോളസ്റ്റ് ആറ്റം ഓഫ് എനി ഇലമെൻറ്റ്. ഏത് ഇലമെൻറ്റിനകത്തും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പറുകളാണ് ഹൈഡ്രജൻ. എ ഹൈഡ്രജൻ ആറ്റം കണ്ടെയ്ൻസ് 1 പ്രോട്ടോൺ ആൻഡ് ഓൺലി 1 ഇലക്ട്രോൺ. The proton is the center or nucleus of the hydrogen atom and the electron travels around the nucleus. ഹൈഡ്രജൻ ആറ്റത്തെ പറ്റി ഉള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ ഓർബിറ്റിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓർത്തിരിക്കാമല്ലോ ഹൈഡ്രജൻ്റെ കാര്യം. ഏറ്റവും കുഞ്ഞനായ ആറ്റമാണ് ഹൈഡ്രജൻ. അതുപോലെ തന്നെ പ്യുവർ ഹൈഡ്രജൻ എക്സിസ്റ്റ് ആസ്
hydrogen gas in which pairs of hydrogen atom bond together to make a molecules. നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ നോക്കാം. ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ. ഡൈഹൈഡ്രജൻ അതായത് ഹൈഡ്രജൻ നിലനിൽക്കുന്നത് H2 എന്ന ഫോമിലാണ് നിൽക്കുന്നത്. H2 രണ്ട് ഹൈഡ്രജൻ ആറ്റം കൂടി ചേർന്നാണ് H2. ഇതിന്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ ലാബിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സിങ്ക് എന്ന് പറയുന്നത് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ, ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ആസിഡ്? ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+. ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ സിങ്ക് 2+ ആയി മാറുന്നു. സിങ്ക് 2+, അതായത് സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ആസിഡിനകത്ത് ഹൈഡ്രജനെ അത് ലിബറേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ഗ്രാനുലേറ്റഡ് സിങ്ക് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആക്റ്റീവ് മെറ്റലായ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിനകത്ത് ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യുന്നു. ഇതാണ് നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാവുന്നത്. ഇതൊരു ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ആണ്. അതുപോലെ തന്നെ ഈ സിങ്കിനെ നമ്മൾ ബേസ് അക്വസ് ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിലും സിങ്ക് ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യുന്നു. സിങ്ക് +2 സോഡിയം ഹൈഡ്രോക്സൈഡ് ഗീവ് സോഡിയം സിങ്കേറ്റ്. സോഡിയം സിങ്കേറ്റിന്റെ ഫോർമുല Na2ZnO2 ആണ്. Na2ZnO2 സോഡിയം സിങ്കേറ്റ്. സോഡിയം സിങ്കേറ്റ് പ്ലസ് H2 ലിബറേറ്റ് ചെയ്യുന്നു. ഹൈഡ്രജൻ ക്യാൻ ഓൾസോ ബി പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് അക്വസ് ആൽക്കലി. ഇവിടെ രണ്ടിടത്തും പൊതുവായിട്ടൊരു ഘടകമുണ്ട്, സിങ്ക് ആണ്. സിങ്കിനെ ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്താലും ഡൈഹൈഡ്രജൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സിങ്കിനെ അക്വസ് ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്താലും നമുക്ക് ഡൈഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഇതാണ് ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ. അടുത്ത കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആണ്. കൊമേഴ്സ്യൽ പ്രൊഡക്ഷനകത്ത് ഇലക്ട്രോളിസിസ് ഓഫ് അസിഡിഫൈഡ് വാട്ടർ യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഗീവ്സ് ഹൈഡ്രജൻ. ഇലക്ട്രോളിസിസ് ഓഫ് അസിഡിഫൈഡ് വാട്ടർ. എന്താണ് ഇലക്ട്രോളിസിസ്? കറണ്ട് കടത്തിവിടുന്നു വെള്ളത്തിനകത്തോട്ട്. അതിനകത്ത് ആസിഡ് കലർന്ന വെള്ളമാണ്. ഇത് നമുക്കിവിടെ കിട്ടുകയാണ് ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും കിട്ടുന്നു. ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും കിട്ടുന്നു. നമുക്കിവിടെ ആവശ്യം എന്താണ്? ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനാണ്. അന്നേരം ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും കിട്ടാൻ വേണ്ടി വെള്ളത്തെ ഇലക്ട്രോളിസിസ് നടത്തുവാണ്. വെറും വെള്ളമല്ല, അസിഡിഫൈഡ് വെള്ളമായിരിക്കണം. ഓക്കെ. ഹൈ പ്യൂരിറ്റി ഡൈഹൈഡ്രജൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഇലക്ട്രോലൈസിംഗ് വാം അക്വസ് ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ബിറ്റ്വീൻ നിക്കൽ ഇലക്ട്രോഡ്സ്. നിക്കൽ ഇലക്ട്രോഡ്സിലെ ബേരിയം ഹൈഡ്രോക്സൈഡ് ഇലക്ട്രോലൈറ്റിനെ വെച്ച് അതിന് ഇലക്ട്രോളിസിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പ്യൂരിറ്റിയുള്ള ഡൈഹൈഡ്രജൻ കിട്ടും. അതിന് പ്യൂരിറ്റിയുള്ള ഡൈഹൈഡ്രജൻ കിട്ടാൻ വേണ്ടി ഇലക്ട്രോലൈസിംഗ് വാം അക്വസ് ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ബിറ്റ്വീൻ നിക്കൽ ഇലക്ട്രോഡ്. ഓക്കെ. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രിപ്പറേഷൻ മെത്തേഡാണ്, കൊമേഴ്സ്യൽ പ്രിപ്പറേഷൻ മെത്തേഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ hydrogen is obtained as a byproduct in the manufacture of sodium hydroxide and chlorine by the electrolysis of brine solution. Electrolysis of brine solution is sodium chloride. ഈ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തുവാണ്. സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തുവാണെങ്കിൽ ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ക്ലോറിൻ ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് എ ബ്രൈൻ സൊല്യൂഷൻ. Dihydrogen is obtained as a byproduct in the manufacture of sodium hydroxide and chlorine by the electrolysis of brine solution. നമുക്ക് നോക്കാം. ആനോഡിനകത്ത് ബ്രൈൻ സൊല്യൂഷൻ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തുവാണെങ്കിൽ നമുക്കിവിടെ കിട്ടുകയാണ് 2Cl- അവിടെ ക്ലോറിൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നു. ക്ലോറിൻ ഗ്യാസ് പ്ലസ് ഇലക്ട്രോൺ, അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. കാഥോഡിനകത്ത് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. H2O പ്ലസ് 2 ഇലക്ട്രോൺ, H2 ഗ്യാസ് പ്ലസ് 2OH-. അതുകൊണ്ട് നമുക്ക് ഇവിടെ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ വെറും സോഡിയം ക്ലോറൈഡ് അല്ല, സോഡിയം ക്ലോറൈഡിൻ്റെ കൂടെ H2O കൂടെ ഉണ്ട് കേട്ടോ. അക്വസ് H2O കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ ഓവറോൾ റിയാക്ഷനകത്ത് Na പ്ലസ് Cl മൈനസ് പ്ലസ് H2O ഗീവ്സ് Cl2 ഗ്യാസ് പ്ലസ് H2 ഗ്യാസ് പ്ലസ് Na പ്ലസ് പ്ലസ് OH-. നമുക്കിവിടെ H2 ഗ്യാസിന് നമുക്കിവിടെ ലിബറേറ്റ് ചെയ്ത് കിട്ടുകയാണ്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്ന കാഥോഡിനകത്താണ്. സാധാരണ സോഡിയം പ്ലസ് ആയിരുന്നു വരേണ്ടത്, പക്ഷേ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത് സോഡിയത്തെ പ്ലസിനേക്കാളും ഹൈഡ്രജൻ ആയതുകൊണ്ടാണ് ഇവിടെ ഹൈഡ്രജനാണ് സ്പീഡിൽ ഓടി കാഥോഡിൽ ചെന്ന് അവിടെ ചെന്ന് നമുക്ക് ഇലക്ട്രോണെ സ്വീകരിച്ച് അത് ഹൈഡ്രജനായിട്ട് ലിബറേറ്റ് ചെയ്യുന്നു. ഓക്കെ. കാഥോഡിൽ വെച്ച് നമുക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ കിട്ടുന്നു. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ, അതായത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ NaCl H2O ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ കാഥോഡിൽ ഹൈഡ്രജൻ ലഭിക്കുന്നു. അടുത്ത പ്രിപ്പറേഷൻ മെത്തേഡാണ് ഹൈഡ്രോ കാർബൺസ്. എന്താ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൻ ഒരു ഹൈഡ്രോ കാർബൺ ആണല്ലേ, മീഥെയിൻ. അതിനെ നീരാവിയിൽ വെച്ച് സ്റ്റീം വെച്ച് ട്രീറ്റ് ചെയ്യുകയാണ്. ഹൈ ടെമ്പറേച്ചർ ആയിരിക്കണം.
1270 കെൽവിനും പിന്നെ നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ സഹായത്തോടെ ഹൈഡ്രോ കാർബണെ ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ സ്റ്റീം വെച്ച് അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുകയാണ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യമായ ഹൈഡ്രജൻ കിട്ടുകയാണ്. ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷൻ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. ഈ ഹൈഡ്രജനെയും കാർബൺ മോണോക്സൈഡിൻ്റെ മിശ്രിതത്തെ പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. ദ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ്. എങ്ങനെയാണ് വാട്ടർ ഗ്യാസ് കിട്ടുന്നത്? ഇപ്പം ഇവിടെ നമ്മൾ ഏതെങ്കിലും ഹൈഡ്രോകാർബണേയും സ്റ്റീം H2O ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, അതാണ് സ്റ്റീം എന്ന് പറയുന്നത്. അതുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഹൈ ടെമ്പറേച്ചർ ആയിരുന്ന 1270 കെൽവിനകത്ത് നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ സഹായത്തോടെ നമുക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ കിട്ടുന്നു. ഹൈഡ്രജൻ കിട്ടുന്നത് കാർബൺ മോണോക്സൈഡ് കൂടിയാണ്. ആ കാർബൺ മോണോക്സൈഡിൻ്റെ ഹൈഡ്രജൻ്റെ മിശ്രിതത്തെ പറയുന്നത് വാട്ടർ ഗ്യാസ്. As the mixture of carbon monoxide and H2 is used for the synthesis of methanol and a number of hydrocarbons. അതുകൊണ്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റും, ഈ മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസിനെ പറയുന്ന പേരാണ് സിന്തസിസ് ഗ്യാസ് ഓർ സിൻ ഗ്യാസ്. എന്നാൽ ഇവിടെ ഓർത്തിരിക്കുക, കാർബൺ മോണോക്സൈഡ് സ്റ്റേറ്റ് ഗേഷ്യസ് വാതകാവസ്ഥയാണ്, ഗ്യാസ് ആണ്. അതുപോലെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഗ്യാസ് വാതകാവസ്ഥയിലാണ്. ഈ രണ്ടിൻ്റെയും മിശ്രിതത്തെയാണ് പറയുന്നത് സിന്തസിസ് ഗ്യാസ്. സിന്തസിസ് ഗ്യാസിന് ഉപയോഗം എന്താണ്? It is used for the synthesis of methanol and a number of hydrocarbons. So it is called syngas. Nowadays, syngas is produced from sewage, sawdust, scrap wood, newspapers, etc. The process of producing syngas from coal is called coal gasification. നമ്മുടെ കോളിൽ നിന്ന് സിൻഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. ഓർത്തിരിക്കുക. ഇപ്പം നമ്മൾ പുതിയൊരു കാര്യം പഠിച്ചു. എന്താണ് സിൻഗ്യാസ്? സിൻഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ഗ്യാസിൻ്റെയും ഹൈഡ്രജൻ ഗ്യാസിൻ്റെയും കൂടെ മിശ്രിതത്തെയാണ് സിൻഗ്യാസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് സിൻഗ്യാസ് കിട്ടുന്നത്? ഹൈഡ്രോ കാർബണെ സ്റ്റീമിനെയും കൂടെ ഹൈ ടെമ്പറേച്ചർ 1270 കെൽവിൻ ടെമ്പറേച്ചറിനകത്ത് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിൻഗ്യാസ് ലഭ്യമാകുന്നത്. ഓർത്തിരിക്കുക, സിൻഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിശ്രിതത്തെയാണ് സിൻഗ്യാസ് എന്ന് പറയുന്നത്. The process of producing syngas from coal is called coal gasification. കോൾ ഗ്യാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. സിൻഗ്യാസ്, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജനും കാർബൺ ആണ്. കാർബൺ പ്ലസ് H2O ഗ്യാസ്. കാർബൺ സോളിഡ് ആണ്, H2O ഗ്യാസ് ആണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുവാണ്. എത്ര ടെമ്പറേച്ചർ വേണ്ടത്? 1270 കെൽവിൻ ടെമ്പറേച്ചറിനകത്ത് അവർ മിശ്രിതമാകുമ്പോൾ നമുക്ക് രണ്ട് മിശ്രിതമാണ് കിട്ടുന്ന പ്രൊഡക്റ്റായിട്ട്. ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ് ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും. ഇതിന് പറയുന്ന പേരാണ് സിൻഗ്യാസ്. ഓക്കെ, സിൻഗ്യാസ് കോളിൽ നിന്ന് നിർമ്മിക്കുന്നതിനെയാണ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. The production of dihydrogen can be increased by reacting carbon monoxide of syngas mixture with a steam in the presence of iron chromate as catalyst. ഇവിടെ നമുക്ക് കാർബൺ മോണോക്സൈഡ് പ്ലസ് H2O 673 കെൽവിൻ കാറ്റലിസ്റ്റിന്റെ സഹായത്തിൽ നമുക്ക് കാർബൺ ഡയോക്സൈഡ് പ്ലസ് H2 ഗ്യാസും കിട്ടുന്നു. ഇവിടെ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ റിയാക്ടിങ് കാർബൺ മോണോക്സൈഡ് ഓഫ് സിൻഗ്യാസ് മിക്സ്ചർ വിത്ത് സ്റ്റീമാണ്. അന്നേരം നമുക്കിവിടെ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് കൂടുതലായിട്ട് കിട്ടുന്നു. അതുപോലെ അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റാണ് അയൺ ക്രോമേറ്റ്. ഓക്കെ, അയൺ ക്രോമേറ്റ്. ഈ പ്രോസസ്സിനെ പറഞ്ഞു പറയുന്നത് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. കാർബൺ ഡയോക്സൈഡ് ഇസ് റിമൂവ്ഡ് ബൈ സ്ക്രബിംഗ് വിത്ത് സോഡിയം ആർസനേറ്റ് സൊല്യൂഷൻ. നമുക്കിനി കാർബൺ ഡയോക്സൈഡ് H2O മിശ്രിതം കിട്ടുന്നത് H2. നമുക്കിവിടെ ഡൈഹൈഡ്രജൻ കിട്ടിയാൽ മതി. അതിനുവേണ്ടി കാർബൺ ഡയോക്സൈഡ് കളയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇറ്റ് ഈസ് റിമൂവ്ഡ് ബൈ സ്ക്രബിംഗ് വിത്ത് സോഡിയം ആർസനേറ്റ് സൊല്യൂഷൻ. സോഡിയം ആർസനേറ്റ് സൊല്യൂഷൻ വെച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് മാറിയിട്ട് നമുക്ക് ഇവിടെ ഡൈഹൈഡ്രജന്റെ അളവ് കൂടുതലായിട്ട് കിട്ടുന്നു. ഓക്കെ, presently 77% of the industrial dihydrogen is produced from petrochemicals, 18% from coal, 4% from electrolysis of aqueous solution and 1% from other sources. നമുക്കിവിടെ ഡൈഹൈഡ്രജന്റെ സോഴ്സുകളാണ്, നിരവധി സോഴ്സുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി പീരിയോഡിക് ടേബിൾ നമുക്കറിയാം. പീരിയോഡിക് ടേബിൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ? ഈ പീരിയോഡിക് ടേബിളിനകത്ത് ഹൈഡ്രജന്റെ പൊസിഷൻ എവിടെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ലൈറ്റസ്റ്റ് എലമെന്റ് നോൺ ഹാവിങ് ആറ്റോമിക് നമ്പർ 1 ഡൈഹൈഡ്രജൻ ആണ്. അതായത് ഹൈഡ്രജൻ 2 ആറ്റം കൂടി ചേർന്ന് ഡൈഹൈഡ്രജൻ ആയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ 2 ഇലക്ട്രോൺ എന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഡൈഹൈഡ്രജൻ ആകുമ്പോൾ ഇറ്റ് റീസംബിൾസ് നമ്മുടെ ഹൈഡ്രജൻ റീസംബിൾസ് ബോത്ത് ആൽക്കലി മെറ്റൽസ് ആൻഡ് ഹാലജൻസ് ആൻഡ് ദെയർഫോർ ഇറ്റ്സ് പൊസിഷൻ ഈസ് അനോമലസ്. ഈ ഹൈഡ്രജന് പ്രത്യേകതയുണ്ട്. നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്തെ ആൽക്കലി മെറ്റൽസ്, എവിടെ ആൽക്കലി മെറ്റൽസ് സ്ഥിതി ചെയ്യുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്.
ഹാലജൻസുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. ഏത് ഗ്രൂപ്പാണ് ഹാലജൻ? ഹാലജൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 17 അല്ലേ? ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അതൊക്കെയാണ് ഹാലജൻ. അന്നേരം നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ഇലമെന്റും 17ാമത്തെ ഗ്രൂപ്പ് ഇലമെന്റുമായിട്ട് ഹൈഡ്രജൻ നല്ല സിമിലാരിറ്റി ഉണ്ട്. ഹൈഡ്രജൻ റിസംബിൾ ബോത്ത് ആൽക്കലി മെറ്റൽ ആൻഡ് ഹാലജൻസ് ആൻഡ് therefore its position is anomalous. In modern periodic table it is located separately. മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് ഹൈഡ്രജനെ സെപ്പറേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ ഇവരൊക്കെ ആയിട്ട് സാമ്യമുണ്ട്. എന്നാൽ നമുക്ക് സംശയം തോന്നിയത് ഫസ്റ്റ് ഗ്രൂപ്പ് ഇലമെന്റ് ആണോ, ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 17ാം ഗ്രൂപ്പ് ഇലമെന്റ് ആണോ എന്ന് ഒരു സംശയം വരും. അന്നേരം നമുക്കിവിടെ മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് ഹൈഡ്രജനെ സെപ്പറേറ്റ് ആയിട്ട് നടുക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ കാണാം മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് നമ്മുടെ ഹൈഡ്രജൻ്റെ പൊസിഷൻ നോക്കിക്കേ, നടുക്കായിട്ട് നല്ല മിടുക്കനായിട്ട് നിൽക്കുവാണ് നമ്മുടെ ഹൈഡ്രജൻ. പൊസിഷൻ ബൈ റീസംബിൾസ് ടു ആൽക്കലി മെറ്റൽസ്, ഇവിടെയും നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് ഹൈഡ്രജന് ഫസ്റ്റ് ഗ്രൂപ്പ് ഇലമെന്റ്സിലോട്, അതുപോലെ തന്നെ പൊസിഷൻ ബൈ റീസംബിൾസ് ടു ഹാലജൻസ്. ഇനി ഇത് രണ്ടിനെയും കോംപ്രമൈസ് ആയിട്ട് ഇവിടെ ഈ നടുക്കായിട്ട് ഇപ്പോൾ ചേർത്ത് വെച്ചിരിക്കുന്നത് കോംപ്രമൈസ് പൊസിഷനാണ്. ഡിഫറെൻറ്റ് പീരിയോഡിക് ടേബിൾ യൂസ് ഡിഫറെൻറ്റ് പൊസിഷൻസ് ഫോർ ഹൈഡ്രജൻ. ചില പീരിയോഡിക് ടേബിളിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ഗ്രൂപ്പ് ഇലമെൻസിൻ്റെ കൂടെ, ചിലപ്പം 17ാം ഗ്രൂപ്പിൻ്റെ ഇലമെൻറ്റിനും കൂടെ കാണാം. ശരിക്കും ഇപ്പം മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് ഇതിനെ ഒരു കോംപ്രമൈസ് ആയിട്ട് ഒരു കോംപ്രമൈസ് പൊസിഷൻ കൊടുത്തിരിക്കുകയാണ്. നടുക്കിരുന്നോളാൻ പറഞ്ഞുകൊണ്ട് ഹൈഡ്രജനെ കൊടുക്കുകയാണ്. കാരണം ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ഇലമെൻസുമായിട്ട്, അതായത് ആൽക്കലി മെറ്റൽസ്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അവരുമായിട്ട് നല്ല സാമ്യമുണ്ട് ഹൈഡ്രജൻ. അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ചിലപ്പോൾ എന്താണ് ഗ്രൂപ്പ് 17 ഇലമെന്റ്സ് ആയ ക്ലോറിൻ, ബ്രോമിൻ, അയഡിനും ഒക്കെ ആയിട്ടും സിമിലാരിറ്റി കാണിക്കുന്നു. അതുകൊണ്ടാണ് 17ാം ഗ്രൂപ്പിലും വെച്ചിരിക്കുന്നത്. നമ്മളിപ്പം നടുക്കാണ് മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ. ഇനി എങ്ങനെയാണ് ഇത് ഫസ്റ്റ് ആൽക്കലി മെറ്റൽസുമായിട്ട് സാമ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 1s1 അല്ലേ? നമുക്കറിയാം ആൽക്കലി മെറ്റൽസിന്റെ എഴുതുവാണെങ്കിലോ ലിഥിയം 3, 1s2, 2s1 ആണല്ലോ. സോഡിയത്തിനും ലാസ്റ്റ് ഇലക്ട്രോൺ എസ് ഓർബിറ്റിനകത്ത് ഒരു 1 വന്നു. അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ് ഇലമെന്റ്സിന്റെ എല്ലാം ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് S1 എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആയതുകൊണ്ട് വിച്ച് ഇസ് സിമിലർ ടു ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൽക്കലി മെറ്റൽസ് NS1. ഓക്കെ, ഒരു സിമിലാരിറ്റി പഠിച്ചു. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഫോംസ് ഓക്സൈഡ്സ്, ഹാലൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ലൈക്ക് ആൽക്കലി മെറ്റൽസ്. ഈ ആൽക്കലി മെറ്റൽസിന് പ്രത്യേകതയുണ്ട്. ആൽക്കലി മെറ്റൽസ് ഓക്സിജനുമായിട്ട് കൂടി ചേരുമ്പോൾ ഓക്സൈഡ് ഉണ്ടാകുന്നു, ഹാലജനുമായിട്ട് കൂടി ചേരുമ്പോൾ ഹാലൈഡ്സ് ഉണ്ടാകുന്നു, അതുപോലെ സൾഫറുമായിട്ട് കൂടി ചേരുമ്പോൾ സൾഫൈഡും ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് ഹൈഡ്രജനും ഈ ഓക്സിജനുമായിട്ട് കൂടി ചേർന്ന് ഓക്സൈഡ് ഉണ്ടാകുന്നു, ഹാലൈഡ്സ് ഉണ്ടാകുന്നു, സൾഫൈഡ്സ് ഉണ്ടാകുന്നു. ഇനി എന്താണ് വ്യത്യാസം? ഹൈഡ്രജൻ ഗെയിൻസ് ആൻ ഇലക്ട്രോൺ ടു ബിക്കം ആൻ ആനയോൺ. അതൊരിക്കലും നമ്മുടെ സാധാരണ രീതിയിൽ ആൽക്കലി മെറ്റൽസ് കാണിക്കുന്നില്ല. ഹൈഡ്രജൻ gains an electron to become an anion. It has high ionization enthalpy and forms covalent bonds. ഹൈഡ്രജൻ ഒരു പ്രത്യേകതയുണ്ട്. ഹൈഡ്രജൻ കോവാലന്റ് ബോണ്ട് ഒക്കെ ഉണ്ടാകുന്നു. നമുക്കറിയാം H2O മോളിക്കൂള് നമ്മുടെ യൂണിവേഴ്സൽ സോൾവെന്റ് ആണ് അല്ലേ, വെള്ളം. ആ വെള്ളത്തിനകത്ത് ഘടകമായ ഹൈഡ്രജന് കോവാലന്റ് ബോണ്ടൊക്കെയാണ് ഉള്ളത്. അതുപോലെ ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയാണ് ഉള്ളത് ഹൈഡ്രജന്. ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യാസമാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ഇലമെന്റ്സിന് ലോ അയണൈസേഷൻ എൻതാൽപ്പിയാണ്. പിന്നെ അവിടെ അയോണിക് ബോണ്ടാണ് ഉണ്ടാകുന്നത്. ഇനി ഹൈഡ്രജൻ എന്തുണ്ടാകുന്നു, അവരെ പോലെ ആകാതെ ആനയോണുമായി മാറുന്നു. എന്നിട്ട് ഇതാണ് 3 ഡിസിമിലാരിറ്റി ഓർത്തിരിക്കുക. ഹൈഡ്രജൻ ഗെയിൻസ് ആൻ ഇലക്ട്രോൺ ടു ബിക്കം എൻ ആനയോൺ. ഇതാര് ചെയ്യുന്നില്ല? ആൽക്കലി മെറ്റൽസ് ചെയ്യുന്നില്ല. അതുപോലെ ഇറ്റ് ഹാസ് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി. ഹൈഡ്രജന് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്, അത് ആൽക്കലി മെറ്റൽസിനില്ല. അതുപോലെ ഹൈഡ്രജൻ ഫോംസ് കോവാലന്റ് ബോൺസ്, അത് നമ്മുടെ ആൽക്കലി മെറ്റൽസ് കോവാലന്റ് ബോൺസും ആകുന്നില്ല. ഇതാണ് വ്യത്യാസം. സിമിലാരിറ്റി എന്തൊക്കെയാണ്? സിമിലാരിറ്റി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 ആണ്. അതുപോലെ ഹൈഡ്രജൻ ഫോംസ് ഓക്സൈഡ്സ്, ഹാലൈഡ്സ് ആൻഡ് സൾഫൈഡ്സ് ലൈക്ക് ആൽക്കലി മെറ്റൽസ്. ഇനി എന്താണ് ഹാലജനുമായിട്ടുള്ള ബന്ധം? ഹാലജനുമായിട്ട് ഹൈഡ്രജൻ ഇൻ ടേംസ് ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി ഹൈഡ്രജൻ റീസംബിൾസ് ഹാലജൻസ്. ഹാലജൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഹൈഡ്രജൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി. ലൈക്ക് ഹാലജൻസ്, ഹൈഡ്രജൻ ഫോംസ് ഡയാറ്റോമിക് മോളിക്യൂൾ. നമുക്കറിയാം F2Cl2 അങ്ങനെയുള്ള Br2 I2 ഒക്കെയാണ് ഹാലജൻ നിൽക്കുന്നത്. അതുപോലെ ഹാലജനും എന്താണ്? ഹാലജൻ H2 എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് അല്ലേ, ഡൈ ഹൈഡ്രജൻ ആയിട്ടാണ് നിൽക്കുന്നത്. അതാണ് രണ്ടാമത്തെ സിമിലാരിറ്റി. മോളിക്യൂൾ വിത്ത് എലമെന്റ്സ് ടു ഫോം ഹൈഡ്രേറ്റ്സ് ഉണ്ടാകുന്നു. എന്താ ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ?
ഹൈഡ്രജൻ ആണെങ്കിൽ വേറെ കോമ്പൗണ്ട്സിനാണ് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ലാർജ് നമ്പർ ഓഫ് കോവാലൻ കോമ്പൗണ്ട്സ്. ഇതൊക്കെയാണ് സിമിലാരിറ്റീസ്. ഹാലജനുമായിട്ട് ഹൈഡ്രേറ്റ്സ് ഉണ്ടാകുന്നു, കോവാലൻ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഡയാറ്റോമിക് മോളിക്യൂൾ ഉണ്ടാകുന്നു. ഇനി എന്താ വ്യത്യാസം എന്ന് നോക്കാം. വ്യത്യാസം: ഇറ്റ് ലോസസ് ആൻ ഇലക്ട്രോൺ ടു ബിക്കം എ കാറ്റയോൺ ആൻഡ് ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഹാലജൻ ദംസെൽസ്. ഇവിടെ ചിലപ്പോൾ ഈ ഹൈഡ്രജൻ കാറ്റയോൺ ആയി മാറുന്നുണ്ട്. ബട്ട് ഇറ്റ് ലോസസ് ആൻ ഇലക്ട്രോൺ ടു ബിക്കം എ കാറ്റയോൺ ആൻഡ് ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഹാലജൻ ദംസെൽസ്. ഓക്കെ, എന്നാൽ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഹൈഡ്രജൻ ചില സമയത്ത് ലോസസ് ഇലക്ട്രോൺ ടു ബിക്കം എ കാറ്റയോൺ. ഒരിക്കലും ഹാലജൻസ് അങ്ങനെ ചെയ്യത്തില്ല. നമ്മളിവിടെ പലതരത്തിലുള്ള സിമിലാരിറ്റിയും പിന്നെ ഡിസിമിലാരിറ്റിയും പഠിച്ചു അല്ലേ. ഇത് അതുകൊണ്ടാണ് ഈ ഹൈഡ്രജനെ ഇവർ ആൽക്കലി മെറ്റൽസുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാലജനുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മളൊരു പൊസിഷൻ കൊടുത്ത് ഇവർ നിർത്തിയിരിക്കുകയാണ്. നടുക്കായിട്ട് ഹൈഡ്രജനെ നിർത്തിയിരിക്കുകയാണ് മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത്. അടുത്തായിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ പഠിക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഡൈഹൈഡ്രജൻ ഇസ് എ കളർലെസ്, ഓർഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് എ combustible. Hydrogen and helium is present on the surface of the earth. Surface of the earthലാണ് ഇതിനെ കാണുന്നത്. Dihydrogen is a colorless, odorless, tasteless, combustible gas, lighter than air, insoluble in water. Insoluble in water. നിങ്ങൾ ഹൈഡ്രജൻ ബലൂണൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ, കണ്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 18.73 K ആണ്. ബോയിലിംഗ് പോയിന്റ് 23.67 Kelvin. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് 18.73 Kelvin, ബോയിലിംഗ് പോയിന്റ് 23.67 Kelvin. നമുക്ക് ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. ഇത് മിക്ക കെമിക്കൽസ് എലിമെൻസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. റിയാക്ഷൻസ് വിത്ത് ഹാലജൻ. ഹാലജൻ എന്ന് പറഞ്ഞാൽ X2 എന്ന് നമുക്ക് സൂചിപ്പിക്കുക. എക്സ് എന്താകാം? ഫ്ലൂറിനാകാം, ക്ലോറിനാകാം, ബ്രോമിനാകാം, അയഡിനാകാം. ഈ ഹാലജനുമായിട്ട് ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുവാണ്. റിയാക്ട് ചെയ്യുമ്പോൾ H2 + X2 രണ്ടും ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, കൂടി ചേരുവാണ് 2HX ഗ്യാസ്. ദ റിയാക്ഷൻ വിത്ത് ഫ്ലൂറിൻ ഒക്കേഴ്സ് ഈവൻ ഇൻ ദ ഡാർക്ക്. വിത്ത് അയഡിൻ ഇറ്റ് റിക്വയർസ് എ കാറ്റലിസ്റ്റ്. നമുക്കിവിടെ ക്ലോറിൻ്റെയും ബ്രോമിൻ്റെയും നമുക്ക് ഓർത്തിരിക്കാം. ഇവിടെ അല്ല, അടുത്ത കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഹാലജൻസ് ഏതൊക്കെയാണ്? ക്ലോറിൻ, ബ്രോമിൻ. ഇറ്റ് റിയാക്ട് വിത്ത് ഹാലജൻസ് ടു ഗീവ് ഹൈഡ്രജൻ ഹാലൈഡ് ഉണ്ടാകുന്നു. അതായത് ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ് ഒക്കെ ഉണ്ടാകുന്നു. ഇനി ഫ്ലൂറിനുമായിട്ടാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. While the reaction with the fluorine occurs even in the dark, with iodine it requires a catalyst. അയഡിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതൊരു കാറ്റലിസ്റ്റ് ആവശ്യമുണ്ട്. ഫ്ലൂറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഡാർക്ക് ആയിരിക്കണം, ഈവൻ ഇൻ ഡാർക്ക്, ബിക്കോസ് ഈവൻ ഇൻ ദ ഡാർക്ക്. ഓക്കെ, ഹയസ്റ്റ് ആക്ടിവിറ്റിയാണ്. റിയാക്ഷൻ വിത്ത് ഡൈഓക്സിജൻ. ഡൈഓക്സിജൻ ആയിട്ട്, അതായത് ഡൈഓക്സിജൻ എന്താ? O2 അല്ലേ. O2നെയാണ് ഡൈഓക്സിജൻ എന്ന് വിളിക്കുന്നത്. 2H2 ഗ്യാസ് പ്ലസ് O2 ഗീവ്സ്, കാറ്റലിസ്റ്റ് വേണം, 2H2O ലിക്വിഡായി മാറുന്നു. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കമ്പസ്റ്റ് ഇത് ചെയ്യുമ്പോൾ എന്താണ് അവിടെ കിട്ടുന്നത്? നമുക്ക് H2O ലിക്വിഡ് കിട്ടുന്നു. അതിൻ്റെ ചേഞ്ചിന് എന്താൽപ്പി -285.9 kJ/mol ആണ്. ഈ ഡൈഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഡൈഓക്സിജൻ ടു ഫോം വാട്ടർ. ഇത് ഓർത്തിരിക്കുക, വാട്ടറിൻ്റെ ഫോർമേഷൻ എന്നൊരു ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചിരിക്കണം. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് വെള്ളം. നമ്മുടെ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പെടുന്നതാണ് വെള്ളം എന്ന് പറയുന്നത്. അന്നേരം ഈ ഇക്വേഷൻ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. 2H2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് ഗീവ്സ് 2H2O ലിക്വിഡ്. ഓക്കെ, ഇനി അടുത്ത ഹൈഡ്രജൻ്റെ റിയാക്ഷനാണ് അമോണിയ ഉണ്ടാകുന്നത്. അമോണിയ എന്താ ഫോർമുല? NH3. ഇത് ഹേബർ പ്രോസസ് എന്നാണ് അമോണിയയുടെ പ്രിപ്പറേഷൻ പറയുന്ന പേരാണ് ഹേബർ പ്രോസസ്സ്. ഇതിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. 3 ഹൈഡ്രജൻ പ്ലസ് നൈട്രജൻ രണ്ടും ബാധകാവസ്ഥയാണ്. 3 ഹൈഡ്രജൻ പ്ലസ് നൈട്രജൻ ഗീവ്സ് എന്താ കണ്ടീഷൻ? 673 Kelvin, 200 atmosphere അയൺ കാറ്റലിസ്റ്റിൻ്റെ സഹായത്താൽ അത് അമോണിയ എന്ന് പറയുന്നത് ഗ്യാസായി മാറുന്നു. 2NH3. ഓർത്തിരിക്കുക, ഇതിൻ്റെ കോഎഫിഷ്യൻസും ബാലൻസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ഓർത്തിരിക്കുക. 3H2 + N2 gives 2NH3. ഇതിൻ്റെ ചേഞ്ച് ഇൻ എൻതാൽപ്പി ദാറ്റ് ഈസ് ഈക്വൽ ടു -92.6 kJ/mol ആണ്. -92.6 kJ/mol. ദിസ് ഈസ് ദ മെത്തേഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ ബൈ ദ ഹേബർ പ്രോസസ്സ്. ഇപ്പം നമുക്കിവിടെ അറിയാം, അമോണിയ എന്ന് പറയുന്നത് നമ്മുടെ വ്യാവസായികമായിട്ട് വളരെ ആപ്ലിക്കേഷനുള്ള ഒരു കോമ്പൗണ്ടാണ് അമോണിയ.
ഈ അമോണിയയുടെ പ്രിപ്പറേഷന് ഹൈഡ്രജൻ വേണം. അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് ആവശ്യമുള്ളതാണ് വെള്ളം. വെള്ളത്തിൻ്റെ പ്രിപ്പറേഷൻ H2 വേണം. നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഹൈഡ്രജൻ എത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. ഈ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ അത് മെറ്റൽ ഹൈഡ്രൈഡ് ഉണ്ടാകുന്നു. മെറ്റൽ ഹൈഡ്രൈഡ് വേറെ M is an alkali metal. ഇവിടെ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ മൈനസ് ആയിരിക്കും കേട്ടോ. റിയാക്ഷൻ വിത്ത് മെറ്റൽ അയോൺസ് ആൻഡ് മെറ്റൽ ഓക്സൈഡ്. മെറ്റൽ അയോണുമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് H+ ആയി മാറും. H+. ഓക്കെ. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്? കാർബണും ഹൈഡ്രജനും ഒക്കെ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടിനെയാണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. Hydrogenation is a chemical reaction that occurs between molecular hydrogen and another chemical species. Hydrogenation is a chemical reaction that occurs between molecular hydrogen and another chemical species. അതുപോലെ it involves the reduction and saturation of chemical compounds. ഹൈഡ്രജൻ ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആ റിയാക്ഷൻ ഇൻവോൾവ്സ് ദ റിഡക്ഷൻ ആൻഡ് സാച്ചുറേഷൻ ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ്. അതുപോലെ occurs in compounds containing double bonds or triple bonds. ഹൈഡ്രജൻ ഡബിൾ ബോൺസും ട്രിപ്പിൾ ബോൺസുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആക്കി മാറ്റുന്നു. ഇതാണ് ഹൈഡ്രജൻ്റെ ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ടുള്ള റിയാക്ഷൻ. ഇതിൽ നമുക്ക് അതിന് പറയാം ഹൈഡ്രജനേഷൻ എന്ന് പറയാം. ഹൈഡ്രജനേഷൻ ഇസ് എ കെമിക്കൽ റിയാക്ഷൻ that occurs between molecular hydrogen and another chemical species. ഓർഗാനിക് കോമ്പൗണ്ട് ഏത് കെമിക്കൽ സ്പീഷ്യസ് അതിന് ഹൈഡ്രജനേഷൻ എന്ന് പറയുന്നു. ഹൈഡ്രജനേഷൻ ഇൻവോൾവ്സ് ദ റിഡക്ഷൻ ആൻഡ് സാച്ചുറേഷൻ ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ്. അതായത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടുമായിട്ടുള്ള കോമ്പൗണ്ട്സുമായിട്ട് ഹൈഡ്രജൻ റിയാക്ട് ചെയ്തിട്ട് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. എന്താ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ കോമ്പൗണ്ട് ഉള്ളതിനെയാണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആകുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഹൈഡ്രജൻ ഡബിൾ ബോണ്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യാണ് കാർബൺ മോണോക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ. എന്നിട്ട് നമുക്കിവിടെ പ്രൊഡക്റ്റ് കാണുകയാണ് RCH2CH2CHO. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഇവിടെ RCH2CH2CHO അത് ആൽഡിഹൈഡാണ്, ഓർഗാനിക് കോമ്പൗണ്ടാണ്. റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മളിവിടെ താഴെ കാണപ്പെടുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിയാക്ഷന്. All organic compound containing multiple bonds connecting two atoms can be react with a hydrogen in the presence of a catalyst. The hydrogenation of organic compound is a reaction of great industrial importance. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമുക്കൊക്കെ അറിയാം ഈ ഓയിൽസ് ഒക്കെ. ഹൈഡ്രജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസ് യൂസിങ് നിക്കൽ ആസ് കാറ്റലിസ്റ്റ് ഗീവ്സ് എഡിബിൾ ഫാറ്റ്സ്. അതായത് വനസ്പതി ഗീ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. ആ വനസ്പതിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതായത് മാർഗരീൻ, എഡിബിൾ ഫാറ്റ്സ്, അതൊക്കെ മാർഗരീന്, വനസ്പതി, അവിടെ എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്? ഈ വനസ്പതി ഗീ അല്ലെങ്കിൽ മാർഗരീൻ എന്നൊക്കെ പറയുന്നത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. എന്നിട്ട് നമുക്കത് എങ്ങനെ കിട്ടുന്നത്? സോളിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്, സോളിഡാണ്. ഓയിലിനകത്തോട്ട് ഹൈഡ്രജനെ ആഡ് ചെയ്യുമ്പോൾ നിക്കൽ കാർബണേറ്റ് സഹായത്തോടു കൂടി അത് ഫാറ്റ്സ് ആയി മാറുന്നു. ഓർത്തിരിക്കുക, ഓയിൽ പ്ലസ് ഹൈഡ്രജൻ ഗീവ്സ് ഫാറ്റ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ മാർഗരീൻ ആൻഡ് വനസ്പതി ഗീ ഒക്കെ ഫാറ്റിന് എക്സാമ്പിളാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഇൻഡസ്ട്രിയൽ പരമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഹൈഡ്രോ ഫോർമുലേഷൻ ഓഫ് ഒലിഫീൻസ് ഈൽഡ് ആൽഡിഹൈഡ് വിച്ച് ഫർദർ അണ്ടർഗോ റിഡക്ഷൻ ടു ഗീവ് ആൽക്കഹോൾസ്. ആൽക്കഹോൾസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഹൈഡ്രജനേഷൻ. ഇനി ഡൈഹൈഡ്രജൻ്റെ ഉപയോഗം എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. The largest single use of dihydrogen is in the synthesis of ammonia. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അമോണിയയുടെ പ്രിപ്പറേഷൻ. ഈ അമോണിയ പിന്നെ എന്തിനു വേണ്ടി ഉപയോഗിക്കാം? വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ് നൈട്രിക് ആസിഡ് ആൻഡ് നൈട്രജനസ് ഫെർട്ടിലൈസർ. വളമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അമോണിയ വേണം. എന്നിട്ട് അമോണിയ നിർമ്മിക്കുന്നതിന് ആര് വേണം? ഡൈഹൈഡ്രജൻ വേണം. Dihydrogen is used for in the manufacture of vanaspati fat by the hydrogenation of poly unsaturated vegetable oils like soybean, cotton seeds നിന്നൊക്കെ നമുക്ക് നല്ല ഫാറ്റ്സ് ഉണ്ടാക്കാം. It is used in the manufacture of bulk organic chemicals, particularly methanol. Methanol CH3OH ആണ്. മെഥനോൾ ഉണ്ടാക്കാൻ വേണ്ടി കാർബൺ മോണോക്സൈഡിനകത്തൊരു ഹൈഡ്രജൻ കടത്തി വിട്ടിയാൽ മതി, അന്നേരം നമുക്ക് മെഥനോൾ കിട്ടുന്നു. അതുപോലെ ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് മെറ്റൽ ഹൈഡ്രൈഡ്. ഇതൊക്കെ ഡൈഹൈഡ്രജൻ്റെ യൂസസ് ആണ്. പലതരത്തിലുള്ള യൂസസ് ഉണ്ട്, നമുക്കൊന്ന് പരിശോധിക്കാം. ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈലി യൂസ്ഫുൾ കെമിക്കലാണ്. ഹൈഡ്രജൻ ഇൻ മെറ്റലർജിക്കൽ പ്രോസസ് ഇറ്റ് ഈസ് യൂസ് ടു റെഡ്യൂസ് ഹെവി മെറ്റൽ ഓക്സൈഡ് ടു മെറ്റൽസ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെറ്റൽസിനെ പ്രിപ്പറേഷൻ അതിനുവേണ്ടി നമുക്കിവിടെ ഇറ്റ് ഈസ് യൂസ് ടു റെഡ്യൂസ് ഹെവി മെറ്റൽ ഓക്സൈഡ് ടു മെറ്റൽസ്.
അതുപോലെ ആറ്റോമിക് ഹൈഡ്രജൻ ആൻഡ് ഓക്സി ഹൈഡ്രജൻ ടോർച്ചസ് ഉണ്ട്. ടോർച്ച് ഫൈൻഡ് യൂസ് ഫോർ കട്ടിംഗ് ആൻഡ് വെൽഡിംഗ് പർപ്പസ്. ആറ്റോമിക് ഹൈഡ്രജൻ ആറ്റം ആർ അലൗഡ് ടു റീകമ്പൈൻ ഓൺ ദ സർഫസ് ടു ബി welded to generate the temperature of 4000 Kelvin. It is used as a rocket fuel in space research. It is used as a rocket fuel in space research. ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നു. ഇതെല്ലാം ഡൈഹൈഡ്രജൻ്റെ ഉപയോഗങ്ങളാട്ടോ. നമ്മളിവിടെ ഒന്നും നിൽക്കുന്നതല്ല ഡൈഹൈഡ്രജൻ എങ്ങോട്ടാണ്? സ്പേസ് റിസർച്ചിലേക്ക് ഉപയോഗിക്കുന്ന വലിയ ആപ്ലിക്കേഷനുള്ള എലമെൻ്റാണ് ഡൈഹൈഡ്രജൻ. ഡൈഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ഇൻ ഫ്യൂവൽ സെൽസ് ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിക്കൽ എനർജി. ഫ്യൂവൽ സെൽസിനകത്ത് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് വരാൻ പോകുന്നതെല്ലാം മോഡേൺ ഫ്യൂവൽ സെൽസിൻ്റെ യുഗമായിരിക്കും. ഇറ്റ് ഹാസ് മെനി അഡ്വാൻറ്റേജ് ഓവർ ദ കൺവെൻഷണൽ ഫോസിൽ ഫ്യൂവൽ ആൻഡ് ഇലക്ട്രിക് പവർ. ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി പൊല്യൂഷൻ ആൻഡ് റിലീസ് ഗ്രേറ്റർ എനർജി പെർ യൂണിറ്റ് മാസ് ഓഫ് ഫ്യൂവൽ ഇൻ കമ്പാരിസൺ ടു ഗ്യാസോലിൻ ആൻഡ് അതർ ഫ്യൂവൽസ്. പൊല്യൂഷനൊക്കെ വളരെ കുറവുള്ളതാണ് ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന ഫ്യൂവൽ സെല്ല്. അതൊരു നല്ല ആപ്ലിക്കേഷനാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഹൈഡ്രജൻ്റെ ഇൻട്രഡക്ഷൻ, ഹൈഡ്രജനെ പറ്റിയുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ NCERT ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.